മലയാളികൾ ഏറെക്കാലം ഫോളോ ചെയ്ത ഫ്ലവേഴ്സ് ടെലിവിഷന്റെ ഒരു ഷോ കൂടി അവസാനിക്കുന്നു. ഷോയുടെ ഓർമ്മകൾ പങ്കിട്ട് താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ. ടെലിവിഷൻ പ്രോഗ്രാമുകളെ സംബന്ധിച്ച് പ്രോഗ്രാമുകൾ ഹിറ്റാകുന്നതും അവയ്ക്ക് ഫാൻ ബേസ് ഉണ്ടാകുന്നതും ഏറെക്കാലത്തിന് ശേഷം അവ അവസാനിക്കുന്നതും സാധാരണമാണ്. ഏതാനും വർഷങ്ങളായി പുതിയതായി ആരംഭിച്ച മറ്റൊരു ട്രെൻഡാണ് പ്രോഗ്രാം ഇടയ്ക്ക് അവസാനിപ്പിക്കുക, പിന്നീട് വീണ്ടും വേണ്ട മാറ്റങ്ങൾ വരുത്തി ഏതാനും നാളുകൾക്ക് ശേഷം പുതിയ സീസൺ എന്ന രീതിയിൽ വീണ്ടും ആരംഭിക്കുക എന്നത്. ഏതായാലും 5 വർഷത്തിലേറെയായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ നിലവിൽ മലയാളം ടെലിവിഷൻ മേഖലയിൽ കുറവാണ് എന്ന് പറയാം. അത്തരത്തിലൊരു പ്രോഗ്രാം കൂടി അവസാനിക്കുന്നു. ഫ്ലവേഴ്സ് TV സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് 7 വർഷത്തെ ജൈത്രയാത്ര അവസാനിപ്പിച്ചതായി താരങ്ങൾ കഴിഞ്ഞ ദിവസം മുതലാണ് വാർത്ത പുറത്തു വന്നത്. ഫാൻ പേജുകളിൽ വാർത്ത വന്നതിന് ശേഷം താരങ്ങളുടെ സോഷ്യൽ മീഡിയയിലും ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളെത്തി. പല താരങ്ങളും അവരുടെ സ്റ്റാർ മാജിക് കാലത്തെ അനുഭവങ്ങൾ കുറിപ്പുകളാക്കി. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ ഇങ്ങനെയൊരു അറിയിപ്പ് എത്തിയത് പലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. 7 വർഷങ്ങളായി ഈ ഷോ ആരംഭിച്ചിട്ട് 1000-ലേറെ എപ്പിസോഡുകൾ പല സമയങ്ങളിലായി വ്യത്യസ്ത പേരുകളിൽ ഷോ തുടർന്നു. ടമാർ പടാർ, സ്റ്റാർ മാജിക്, സൂപ്പർ പവർ, സ്റ്റാർ കോമഡി മാജിക്, അങ്ങനെ പല പേരുകളിൽ ഷോ എത്തി. ഏതാണ്ട് ആദ്യകാലത്തെ കുറച്ച് എപ്പിസോഡുകൾ ഒഴികെ ലക്ഷ്മി നക്ഷത്ര തന്നെയായിരുന്നു ഷോയുടെ ഹോസ്റ്റ്. മുൻപും ശ്രദ്ധേയമായ ടെലിവിഷൻ ഷോകൾ സമ്മാനിച്ചിട്ടുള്ള അനൂപ് ജോൺ ആണ് ഷോയുടെ ഡയറക്ടർ. ഒരു ഗെയിം ഷോ എന്ന ടൈറ്റിലാണ് ഷോ ഏറെ അറിയപ്പെട്ടത്. ഷോയിലെ ഓരോ ഗെയിമുകളും ഗെയിമുകൾക്കിടുന്ന പേരുകളുമെല്ലാം പ്രേക്ഷകർക്ക് പലപ്പോഴും കൗതുകമായിരുന്നു. സ്റ്റാർ മാജിക്കിൽ ശ്രദ്ധിക്കപ്പെട്ട കൊല്ലം സുധിച്ചേട്ടനാണ് ഈ ഷോയുടെ ആദ്യ എപ്പിസോഡിൽ ആദ്യമായി ഫ്ലോറിലേക്ക് കാലെടുത്ത് വെച്ചത് എന്ന് മുൻപ് ചിലർ പറഞ്ഞിട്ടുണ്ട്. നിരവധി താരങ്ങളെ ടെലിവിഷൻ രംഗത്ത് ശ്രദ്ധേയരാക്കിയ ഒരു ഷോ കൂടിയാണ് സ്റ്റാർ മാജിക്. ഏറെക്കാലമായി ഷോയിലെത്തിയവരും അതേസമയം വളരെ കുറച്ചു കാലത്തേക്ക് മാത്രം ഷോയിലെത്തിയവരും അടങ്ങുന്നതാണ് സ്റ്റാർ മാജിക് ടീം. ടെലിവിഷൻ രംഗത്ത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ നല്ലൊരു മാർഗ്ഗമാണ് സ്റ്റാർ മാജിക്. പലപ്പോഴും ഫെയിമിനൊപ്പം വിവാദങ്ങളിലും ഷോയും താരങ്ങളും പെട്ടിട്ടുണ്ട്. അന്നെല്ലാം അതിസമർത്ഥമായി അതിനെ അതിജീവിച്ചു. ഇപ്പോൾ ഈ ഷോയും അവസാനിച്ചതായി വാർത്തകൾ വരുന്നു. ഷോ ഡയറക്ടർ സ്റ്റാർ മാജിക്കിലെ തന്റെ ഫോട്ടോകൾ ഷെയർ ചെയ്ത് ഗുഡ് ബൈ എന്ന അർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. പല താരങ്ങളുടെയും പോസ്റ്റുകളും പിന്നാലെ എത്തിയിട്ടുണ്ട്. നിലവിലെ ഡയറക്ടർ അനൂപ് ജോൺ ചാനലിൽ നിന്നും രാജിവെച്ചതോടെ ചാനൽ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചെന്നാണ് ഏറെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്ത. എന്നാൽ ഇക്കാര്യത്തിന് ചാനലിന്റെ ഒഫീഷ്യൽ മറുപടിയോ ഡയറക്ടറുടെ ഒഫീഷ്യൽ മറുപടിയോ വന്നിട്ടില്ല. ഉപ്പും മുളകും ഉൾപ്പെടെയുള്ള ഷോകൾ ഇടയ്ക്ക് അവസാനിച്ചപ്പോൾ ചാനൽ ഗ്രൂപ്പിന്റെ മേധാവി ശ്രീകണ്ഠൻ നായർ 24 ന്യൂസിലെ തന്റെ വാർത്തയുടെ സമയത്ത് ഒരു വിശദീകരണം നൽകിയിരുന്നു. ഇക്കാര്യത്തിലും അത്തരം ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കുന്നവർ നിരവധിയുണ്ട്. മാത്രമല്ല ഈ ഷോയ്ക്ക് ഒരു പുതിയ സീസൺ ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുന്നവരുമുണ്ട്. നിങ്ങൾ ഒരു സ്റ്റാർ മാജിക് പ്രേക്ഷകനാണെങ്കിൽ ഈ ഷോ അവസാനിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. ഈ 7 വർഷത്തെ യാത്രയിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സ്റ്റാർ മാജിക് താരങ്ങളെന്നും കമൻറ്റ് ചെയ്യൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.